സോ ഐ മീൻ ഇപ്പം എല്ലാ ആക്ടേഴ്സ് അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ കേസ് ഉണ്ട്, ഞാൻ ഓഫ് ബീറ്റ് പടങ്ങൾ ചെയ്യില്ല. എനിക്ക് കമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ സിനിമകൾ എപ്പോഴും ചെറുതാണ്. അപ്പോൾ എനിക്ക് സ്റ്റാറിനെല്ലാം കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ദാറ്റ് മൈറ്റ് ബാക്ക് ഫയർ ഓൾസോ. എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ ബാക്ക് അടിച്ച് നിൽക്കുക ചില സമയത്തൊക്കെ. യൂട്യൂബ് റൂട്ടേഴ്സ് ലൈക്ക് ഫസ്റ്റ് സിനിമ കഴിയുന്നു, പിന്നെ കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഈ സിനിമ എടുക്കുന്നത്. അത് തിങ് ഇസ് ലൈക്ക് ജോണർ ഡിഫറെന്റ്, ഭയങ്കര ഡിഫറെന്റ്. അതെങ്ങനെ? അല്ലെ, എന്താ കാര്യം വേറെ ഒന്നുമില്ല. തീവ്രം എക്സ്ട്രീംലി എന്താ പറയാ, മറ്റേ ഡാർക്ക് അല്ല. എന്താ കേസില്ല, സെക്കൻഡ് ഹാഫ് എന്താ പറയാ, ഞാൻ എന്താ പറയാ, ഐ ആക്ച്വലി സ്ക്രൂഡ് തീവ്രത്തിൻ്റെ. എൻ്റെ റൈറ്റിങ്ങിന്റെ കുറെ പ്രശ്നങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് കോമഡി വർക്ക് ആയില്ല, ഒന്നും ആയില്ല. കാരണം അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ത്രില്ലർ ഒരു ഹൈ പോയിന്റിൽ നിർത്തിയിട്ട് പെട്ടെന്ന് എന്താ പറയുക കുറെ കോമഡിയും സാധനങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. സോ ആ ഒരു എനിക്ക് തോന്നുന്നു ഈ നായിക മരിക്കുന്നത് വരെ ഭയങ്കര പോലെയായിരുന്നു തിയേറ്ററിൽ. തിയേറ്റർ ഭയങ്കര പോലായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ തിയേറ്ററിൽ പോയിട്ട് പോല് കേട്ടിട്ട് വന്നു. കാരണം അതായത് ഇന്റർവ്യൂവിന് നല്ല കൈയടി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ടിൽ ദ ഹീറോയിൻ ഡൈസ് അതുവരെ നല്ല പോലായിരുന്നു. കാരണം ഹ്യൂമർ വർക്കായില്ല, ഒന്നും വർക്കായില്ല. സ്വന്തം പക്ഷെ ഒരു പ്രാവശ്യം ദ ഹീറോയിൻ ഡൈഡ് ആൻഡ് ദ ഹീറോ അവിടെ നിന്നൊരു കൈയടി തുടങ്ങി, ബ്ലാസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് അപ്പം മനസ്സിലായത് എന്റെ തെറ്റാ. I screwed it up on the screenplay front. പ്ലേസ്മെന്റിന്റെ പ്രശ്നം. എൻ്റെ റൈറ്റിംഗ് ഹ്യൂമർ വാസ് വെരി ബാഡ്, ഓവർ ദ ടോപ്പ് ആയിരുന്നു. ശരിക്കും ഞാൻ പറയട്ടെ. അപ്പോൾ എനിക്ക് ആ പടം കഴിഞ്ഞപ്പോൾ ഐ നോ ഐ എം വെരി ഗുഡ് ഇൻ കോമഡി. ഐ എം എക്സ്ട്രീംലി ഗുഡ് ഇൻ കോമഡി എന്ന് എനിക്ക് വന്നിട്ട് അറിയാം. അപ്പം ഞാനിരുന്ന് എഴുതി ബ്രൂട്ടസ് ഉണ്ടാക്കി. ബ്രൂട്ടസ് അഗൈൻ ഇസ് അനദർ എക്സ്പെരിമെന്റ്. വൈ? ബിക്കോസ് അത് ആന്തോളജി ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഐ വാണ്ടഡ് ടു ലുക്ക് ലൈക്ക് വൺ ഫിലിം. മനസ്സിലായി? ഐ വോണ്ട് ലുക്ക് ലൈക്ക് വൺ ഫിലിം. അപ്പോൾ ഞാൻ പല മൾട്ടിപ്പിൾ സ്റ്റോറീസ് എടുത്തിട്ട് ഒരൊറ്റ സിനിമയാക്കി. അപ്പോൾ ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എൻ്റർടൈനറാണ് തീരുമാനിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ ടോവിനോ സ്റ്റാർ അല്ല, അത് ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ, ശ്രീനേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അനുമോഹൻ, ഇവരാരും സ്റ്റാർസ് അല്ല, അവർക്ക് ഇപ്പോഴുള്ള പേരും ഇല്ല, അന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇത് എന്താ പറയുക ബാങ്ക് റോൾ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. വി ഓൾ ബാക്ക്ഡ് ഓഫ്. അപ്പം ഞാൻ അപ്പോൾ ടോവിനോനെ മാറ്റുന്നു പറഞ്ഞു. ഞാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുകയാണെങ്കിൽ അവൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അവസാനം അത് 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്കും കൂടി എഴുതിയിട്ട് ഒരാളെ കൂടി കൊണ്ടുവരണം, എന്നാലേ പടം ഇറക്കുള്ളൂ. അങ്ങനെയാണ് ഒരു ട്രാക്കും കൂടി എഴുതി ആസഫിനെ ഹണി റോസിനും കൊണ്ടിട്ടിട്ട് ഞാൻ അങ്ങനെ പടം ഓണായത്. ഇഫ് യു ആസ്ക് മീ, എനിക്ക് ഭയങ്കര ആ സിനിമ എഗൈൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഞാൻ കയറി കണ്ടു. എല്ലായിടത്തും പൊട്ടിച്ചിരി വെരി സാറ്റിസ്ഫൈഡ്. കാരണം എനിക്ക് പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു. എക്സാക്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് വെരി സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ്. ബട്ട് ഇഫ് യു ആസ്ക് മീ ഇറ്റ് ഇസ് മൈ ഫേവറേറ്റ് ഫിലിം, എൻ്റെ ഒരു ഫിലിം മേക്കർ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് യൂട്യൂബ് റൂട്ടേഴ്സ്. അത് പിന്നെ മാത്രമല്ല ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് ഫിലിം. കാരണം ടെക്നിക്കലി സ്ലീക്ക് ആയിരുന്നു പടം. അത് 10 കൊല്ലമായി പടം. ഏതൊരു ടൈമിൽ അത് പ്ലേസ് ചെയ്താലും കാരണം ഞാൻ തീവ്രം തീവ്രം മോർ ദാൻ 10 years, 13 കൊല്ലമായി തീവ്രം. യൂട്യൂബ് റൂട്ടേഴ്സ് 10 കൊല്ലമായി. സ്റ്റിൽ വൈ പീപ്പിൾ ഫീൽ സ്റ്റിൽ റെലവൻറ്റ് ഇസ് ബിക്കോസ് സ്റ്റിൽ ഹാപ്പനിങ് ഇൻ അതർ ടൈം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, യൂട്യൂബ് റൂട്ടേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൽ ചതിയാണ് മെയിൻ. ഞാനത് ഹ്യൂമറായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ചതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, മറ്റേത് മറിച്ചത്, ചതി എല്ലാം ചതിയുണ്ട്, ഗോൾഡൻ ചതി. അപ്പോൾ പക്ഷേ ഐ വോണ്ട് ടു സേ ദാറ്റ് ഇൻ എ വെരി ഫണി വേ ആൻഡ് ഇറ്റ് റിയലി വർക്ക് ഫോർ മീ. പക്ഷെ അന്നത്തെ ആൾക്കാർ ഇത് ഓപ്പൺലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. സത്യം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, അതായത് ഒരു ഭയങ്കര തമാശയുണ്ട്. എൻ്റെ എനിക്ക് അറിയുന്ന ഒരു ഫാമിലി, എന്താ പറയുക, ഹസ്ബൻഡ് വൈഫ് രണ്ടും എനിക്കറിയാം. ഇവർ രണ്ടിനും തിയേറ്ററിൽ സിനിമ കണ്ട് അവർ ഇറങ്ങി പോരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നെ നോക്കിയിട്ട് ഒരു കലിപ്പോടെ നോക്കിയിട്ട് എന്തോന്നാ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞിട്ട് ഇയാൾ പോയി. ഭാര്യയാണെന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് ഭാര്യ ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇറ്റ്സ് ക്ലിയർ ഓൺ ദ ഫേസ്. രാത്രിയായപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിച്ചിരിക്കുന്നത്, അതെ അവളുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനത് എൻജോയ് ചെയ്തു പറഞ്ഞാൽ അവളെന്നെ സംശയിക്കും എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. സോ ഹി ലൈക്ഡ് ഇറ്റ്. പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഭാര്യ കൂടെ ഉള്ളത് കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാത്തത് പറയും. നെക്സ്റ്റ് ഡേ ഇവൻ ഓഫീസിൽ പോയപ്പോൾ ഭാര്യ എന്നെ വിളിച്ചിരിക്കുന്നത്, ചേട്ടാ ഞാൻ സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങേര് കിടന്ന് ബഹളം ഉണ്ടാക്കിയല്ലോ വെച്ചിട്ട് ഞാൻ പറയാനെടുത്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാപ്പ 10 കൊല്ലം മുമ്പ് എല്ലാവർക്കും മറ്റൊരു ടാബു ആണല്ലോ. ഇപ്പൊ എന്ത് ടാബു? ഇപ്പൊ എവിടെ നോക്കിയാലും ഞാൻ ഡിവോഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഓൺ ദ റൂഫ് എല്ലാവരും. അപ്പൊ ഇപ്പോ ഒന്നും ടാബു അല്ല, ആ മൈൻഡ് സെറ്റ് മാറി. അതുകൊണ്ട് ആൾക്കാർ ഓപ്പൺലി യൂട്യൂബ് റൂട്ടേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി.
ഇതാ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ലൈക് ഭയങ്കര അപ്ഡേറ്റഡ് ആണ് ഇപ്പോ. ലൈക് ഹണി റോസ് ആവട്ടെ, ആസിഫ് അലി ആവട്ടെ, ടോവിനോ ആവട്ടെ, ദുൽഖർ ആവട്ടെ. സോ അവരുടെ അന്നത്തെ ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഓക്കെ ദി ഹാവ് ദിസ് പൊട്ടൻഷ്യൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇതിൽ ഈ ഒരു സ്റ്റാർഡം അവർക്ക് കിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്? അല്ല ചെയ്യുന്ന കാര്യം എന്ന് പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരൊക്കെ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ടൂവിനായിക്കോട്ടെ ആസിഫ് അലി ആയിക്കോട്ടെ, ദ എമൗണ്ട് ഓഫ് വർക്ക് ദേ പുട്ട് ഇറ്റ് ഹ്യൂജ് ഹ്യൂജ്. അവർ ഭയങ്കര എഫേർട്ട് ഇട്ട് വരും. അവരുടെ ക്രാഫ്റ്റ്. എനിക്ക് ഞാൻ ഒരു വർഷം ഞെട്ടിയെന്ന് വെച്ചാൽ ആസിഫ് അലി ഏതൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ടു എ ബ്രേക്ക് ആൻഡ് ഹി അറ്റൻഡഡ് ആക്ടിങ് വർക്ക്ഷോപ്പ് റിവൈവ് ചെയ്യാൻ വേണ്ടി, വിച്ച് വെരി ബ്രില്യൻ തിങ് ടു ഡു. കാരണം ആരും ചെയ്യാറില്ല. കാരണം ആസിഫ് അലി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ബിക്കോസ് ഹി വാണ്ട്സ് ടു മോർ ടഫർ റോൾ, മോർ ഇമോഷൻ ചാലഞ്ച്. അതിനുശേഷമാണ് ഇദ്ദേഹം പോയിട്ട് മറ്റേ എന്താ പറയുക കെട്ടിയോളാറിൻ്റെ മാലാക അങ്ങനത്തെ കുറച്ച് സിനിമ ചെയ്തത്. സോ യു ക്യാൻ സീ എ ഹ്യൂജ് കരിയർ. അഭിനയത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കയറും മാറും ചെയ്തു. സോ ഐ ആം സെയിങ്. അപ്പോൾ അത് ആസിഫിൽ എങ്ങനെ ചെയ്യുന്നുണ്ട്, ഈവൻ ടൊവിനോ വരെ ഐ ഡോണ്ട് നോ പേഴ്സണലി, പക്ഷേ ദേ ഹാവ് ഓൾ ഹാവ് പുട്ട് ഇൻ ദ ഹാർഡ് വർക്ക്. അതുകൊണ്ടാണ് അവരിപ്പോൾ സ്റ്റാർസായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഒന്നും ചെയ്യാണ്ട് സ്റ്റാർഡം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗെയിൻ സ്റ്റാർഡം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആക്ടേഴ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ അത് മറ്റേ അവർ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ടു എന്താ പറയുക ബി അപ്ഡേറ്റഡ് ഓൾ ദ ടൈം, റൈറ്റ്? പിന്നൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കേട്ടോ, ഞാൻ ചെയ്തു. അത് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. അതിന്റെ കുറച്ച് ഷൂട്ട് കഴിഞ്ഞു, ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നെക്സ്റ്റ് ഡേ സം ടൈം നെക്സ്റ്റ് ഡേ റിലീസ്. ഇനി എനിക്കിഷ്ടമുള്ള ആക്ടേഴ്സിനെ ഇനി ചെയ്യാനാണെങ്കിൽ ഒരു ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാണെങ്കിൽ ഏത് ആക്ടറിനെ വെച്ച് പടം ചെയ്യും? വേറൊരു പുതിയ പടം. എനിക്ക് അങ്ങനെ എല്ലാവരും ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എല്ലാവർക്കും വേണ്ടി സ്ക്രിപ്റ്റ് വരും, പക്ഷെ ഇവർക്കാർക്കും ഡേറ്റ് ഇല്ല. എന്റെ കേസിൽ ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല. ഐ എം ഹാപ്പി ദാറ്റ് ഓൾ ആക്ടേഴ്സ് ആർ എക്സ്ട്രീംലി ബിസി. എന്റെ കേസ് പറയും, ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ്, എൻ്റെ മനസ്സിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാനിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു എക്സ് ആക്ടറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ പിച്ച് ചെയ്യാം, മറണമെന്ന് ചെയ്യാം. പക്ഷെ ഇപ്പോൾ അടുത്ത 2.5 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ല, 3 കൊല്ലം കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാം. ഈ 3 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഇതേ ഫ്ലേവറിൽ ഏതെങ്കിലും പടം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറഞ്ഞ ജീവിതത്തിലുള്ള കാര്യമുണ്ടോ, കാരണം അതേപോലെ പടം വന്ന് എപ്പോഴും പോയില്ല. സോ വാട്ട് ഡു യു ഡു? അത് വലിയൊരു പ്രശ്നമാണ്. അതങ്ങനെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ പറയണം. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ എനിക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല സമയം എനിക്കറിയാം. അപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ന്യൂ ആക്ടേഴ്സ്, ന്യൂ ടാലൻസ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ചെറിയ ബഡ്ജറ്റ് പരിപാടി ചെയ്യാം. ചിലപ്പോൾ തിയേറ്റർ റിലീസ് ആയിരിക്കില്ല, ഐ മൈ ഡയറക്ട്ലി റിലീസ് ഇൻ OTT. ക്ലിക്ക് പെർ വ്യൂ, പേ പെർ വ്യൂ എന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് വയ്ക്കും. കാരണം അതാണ് ബഡ്ജറ്റ് വലുതാവുമ്പോൾ റിസ്ക് ഉണ്ടോ. ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അതേ പറഞ്ഞപ്പോൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം തിയേറ്ററിൽ ആൾക്കാർ വരണം, അവർക്ക് എന്താ പറയുക ഷോ ടൈമിങ്സ് വേണം, സോ അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലോട്ട് പടം കയറി പോകാനുള്ള ഗ്യാപ്പ് ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടിയെന്ന് വരില്ല. അതിനായിട്ട് നല്ല ഗോ ഡിജിറ്റൽ. ഞാനിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിജിറ്റലിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ കാര്യം എന്ന് പറയുമോ, എനിക്ക് ഐ വോണ്ട് ടെൽ മൈ സ്റ്റോറീസ് സംഭവം. എൻ്റെ കഥകൾ സിനിമയായിട്ട് വിഷ്വലൈസ് ചെയ്ത് എനിക്ക് കാണിക്കണം. ദാറ്റ്സ് മൈ ഓൺലി അജണ്ട. അപ്പോൾ ഇതിപ്പം തിയേറ്ററില്ലാതെ ഡിജിറ്റൽ ഓക്കെ ഞാൻ ചെയ്യും. എനിക്ക് കാർത്തിക് ശങ്കറിൻ്റെ ഒക്കെ വർക്ക്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ. കാരണം അവൻ എല്ലാ ആഴ്ചയും അവന് തോന്നുന്ന സാധനം എഴുതും. അത് എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ സിനിമയുടെ ക്വാളിറ്റി ഉണ്ട്. സിനിമ അവൻ ഹീ ഷൂട്ടിങ് മോസ്റ്റ് ഓഫ് ദിസ് തിങ്സ് ഇൻ FX3 വെച്ച് സിനിമ ചെയ്ത് തിയേറ്ററിൽ കാണിക്കാൻ തുടങ്ങിയ ആൾക്കാർ. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ കാർത്തിക് ശങ്കറിൻ്റെ അടുത്ത് കൊട്ടും അസൂയ. ഇറ്റ്സ് വെരി മൾട്ടി ടാലന്റ് ഗൈ. കാരണം വെച്ചാൽ എഴുതും, സംവിധാനം ചെയ്യും, അഭിനയിക്കും, പാടും, മ്യൂസിക് ചെയ്യും, സൗണ്ട് മിക്സ് ചെയ്യും. ഹി നോസ് എവറിത്തിങ്. ക്യാമറ വരെ ഓപ്പറേറ്റ് ചെയ്യും. അല്ല അസൂയ ഇൻ എ ഗുഡ് വേ. ഇറ്റ്സ് എ ഗുഡ് വേ. ആസ് ആൻ ആക്ടർ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡയറക്ടേഴ്സ് ആർ നോട്ട് യൂസിങ് മീ, അങ്ങനെ എപ്പോഴെങ്കിലും ഞാനൊരു അണ്ടർറേറ്റഡ് ആണ് അങ്ങനെ? അങ്ങനെ ഒന്നും ഇല്ല. കാരണം എന്താ കേസ് പറയാം, എനിക്ക് അറിയില്ല. ആസ് യു സെഡ്, ഐ ഡോണ്ട് പുട്ട് മൈ സെൽഫ് ഔട്ട് ദെയർ ടു മച്ച്. ഞാൻ ഇതുവരെ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചു ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് എനിക്ക് കഥ പറയാനുണ്ട്, എനിക്ക് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കുന്നല്ലാതെ ഞാൻ പറയാം എനിക്ക് ചാൻസ് വരും അഭിനയിക്കാൻ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതാരോട് ചോദിച്ചിട്ടില്ല, സത്യം. അത് ഐ എം നോട്ട് വെരി പ്രൗഡ് അബൌട്ട് ദിസ്. ഐ ഷുഡ് ബി കോളിംഗ് അപ്പ് എവരി വൺ ആൻഡ് ടെൽ ദം ഐ വോണ്ട് ടു ആക്ട്, ഗിവ് മീ എ ചാൻസ് ടു ആക്ട് ഇൻ യുവർ നെക്സ്റ്റ് മൂവി എന്ന് പറയാൻ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ
എന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ ചോദ്യം എനിക്ക് തോന്നരുത്. അത് പ്രസ്റ്റീജ് ഇഷ്യൂ കാരണം അല്ല, പ്രസ്റ്റീജ് ഒന്നും അല്ല. ബിക്കോസ് എന്താ കാര്യം അറിയോ, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമെന്നല്ല. ഇപ്പൊ എനിക്ക് നല്ല ഡയറക്ടേഴ്സ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്ന എല്ലാവരും ഈ ബഡ്ഡിങ് ഫിലിം മേക്കേഴ്സും പുതിയ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സും അവരൊക്കെയാണ്. അവരാരും മോശമെന്നല്ല പറയണം. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ കുഞ്ഞൽദോ എന്നൊരു സിനിമയിൽ 3 സീനിൽ അഭിനയിച്ചിട്ടുണ്ടോ. എനിക്ക് ഇറ്റ് വാസ് എ വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ് ഫോർ മീ. 3 സീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പക്ഷെ ചാൻസ് വെച്ച് വിളിക്കാത്തത് അഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. കാരണം ഞാൻ 24 മണിക്കൂർ ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യാൻ അപ്പം എന്നെ അറിയാൻ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹുഡു എന്നൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ എന്താ അനുഷ് മോഹൻ, വത്സൽ ക്ലബിൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളയാ ചെറിയ പടം ചെയ്യുന്നുണ്ട്, കാശൊന്നും ഇല്ല, ഒന്ന് ചെയ്യുന്നു. ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. മൂവി വാസ് മെയ്ഡ് ഓൺ എ ബഡ്ജറ്റ് ഓഫ് 5 lakhs. 5 ലക്ഷത്തിൽ പടം മൊത്തം ചെയ്തു തീർത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, മത്സര ക്ലബിന്റെ സമയത്ത് പിന്നെ അനുഷ് വിളിച്ചു, അളയാ ഞാൻ അടുത്ത് പടം ചെയ്യാൻ പോവാ, ഞാൻ പറഞ്ഞു കാശുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കാശൊക്കെ തരാം, അളയെ വാങ്ങുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ കാശും കിട്ടി, ഞാൻ അഭിനയിച്ചു. എഗെയിൻ അനുഷിൻ്റെ കൂടെ 2ാമത്തെ പടം. സോ ഐ നോ ഹൗ ഹി വർക്ക്സ്. വെരി സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഇത് അഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമല്ല. എന്താ പറയാ, ഇവിടെ കുറെ ഇയേഴ്സ് ആയി പിടിച്ചു നിൽക്കുന്നു. ഇറ്റ്സ് നോട്ട് ഈസി ടു സസ്റ്റെയിൻ. സ്പെഷ്യലി മെന്റലി നമുക്ക് അവോയ്ഡിങ് വരും. ബാഡ് കോമന്റ്സ് പോട്ടെ, ലൈക്ക് എവറി ജോബ് അല്ലെങ്കിൽ എവറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഫേസ് ചെയ്യണം. ഫ്രം ഇൻ ദ സെൻസ് ഓഫ് ലൈക്ക് ഇപ്പോൾ ഓഡിയൻസിന്റെ കൈ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ഓഡിയൻസ് ചില നമ്മുടെ ഡയറക്ഷൻ ആവട്ടെ, ആക്ടിങ് ആവട്ടെ, മേ ബി വർക്ക് ആവത്തില്ല ഓഡിയൻസിനായിട്ട്. അത് ഓഡിയൻസിന് നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം. പക്ഷെ ഹാവ് യു എവർ ഫീൽ എനിക്ക് വേണ്ട, എനിക്ക് മടുത്തു ലീവിംഗ് ഫ്രം ദിസ് ഡിപ്പാർട്ട്മെന്റ്? എപ്പോഴെങ്കിലും രൂപേഷ് ആസ് എ പേഴ്സൺ തോന്നിയിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കുന്ന കാര്യം, എല്ലാ ദിവസവും നിർത്തി പോവാ മതിയായിരിക്കും. ഓക്കെ, അങ്ങനെ അല്ല. അത് പക്ഷേ ഈ ഓഡിയൻസിന്റെ കാര്യം കൊണ്ടല്ല, ഡെഫിനറ്റ്ലി ഓഡിയൻസിന്റെ കാര്യം കൊണ്ടല്ല. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് എന്താ പറയാ, ഞാൻ കുറെ ട്രൈ ചെയ്യും. പക്ഷെ നടക്കാണ്ടാവുമ്പോ മെയിൻ പ്രശ്നം എന്ന് പറയാം, ഒരു ഒറ്റ അർത്ഥത്തിന് പ്രൊഫഷണലിസം എന്നുള്ള സാധനം അറിയില്ല. ഇതിൻ്റെ കേസ് ഞാൻ കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ സൂരജ് ഇപ്പോൾ സെയിൽസ് എനിക്കൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്തു അഭിനയിക്കാൻ വേണ്ടി. അപ്പം ഞാൻ അസ്യൂം ദാറ്റ് ഐ എം എ ഹ്യൂജ് സ്റ്റാർ. അപ്പോൾ യു കം ആൻഡ് പിച്ച് സ്ക്രിപ്റ്റ്. അപ്പം ഞാനത് കേട്ടിട്ട് ഞാൻ പറയാണ്, ഞാൻ ആലോചിക്കട്ടെ. പിന്നെ അടുത്ത 1 കൊല്ലത്തേക്ക് ഒരു വിവരമുണ്ടോ, വിളിച്ചാലും ഫോണിൽ ഒന്നുമില്ല. ദേ കാൻ സേ നോ ടു യു. വൈ? ബിക്കോസ് ഇപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങാനും സൂരജ് പോയി ഇത് പടമാക്കി വലിയ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂരജ് ഒരിക്കലും ഞാൻ നോ എന്ന് പറഞ്ഞാൽ അടുത്ത് വരില്ലല്ലോ പേടിച്ചിട്ടാണ്. പക്ഷേ ഈ അണ്ണന്മാരൊന്ന് ചിന്തിക്കാമെന്ന് പറയുമോ, ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ കാണിച്ചു, ഇപ്പോൾ സൂരജ് വലിയ സ്റ്റാറാണെന്നെങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്തു, യു ആർ നോട്ട് സെയിങ് നോ ഓ യെസ് നത്തിങ്, ജസ്റ്റ് വാനിഷ്ഡ് ഓഫ്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആ പടം ചെയ്ത് ഭയങ്കര ഹിറ്റ് അടിച്ചു. ഡു യു തിങ്ക് ഐ വിൽ കം ബാക്ക് ടു യു അഗൈൻ? I personally don't think so. No, I will never come back to you. അത് ഈ മണ്ടന്മാർക്ക് ചിന്തിക്കാതെ എപ്പോഴും ആലോചിക്കൂ അല്ലേ? സേ യെസ് ഓർ നോ. ഞാൻ കാര്യത്തിൽ ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ എന്താ പറയുക പൃഥ്വിരാജ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം വെച്ചാൽ മുമ്പ് ഒരു കാര്യം പറയും, ഫേസ് ടു ഫേസ് പറയും, രൂപേഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഐ ആം സോറി, ഐ ആം നോട്ട് ഡൂയിങ് ദിസ്. കഴിഞ്ഞു. അതാ ഇപ്പൊ മറ്റേ വിനീത് ശ്രീനിവാസനെ ഷുഗർ കോട്ട് ചെയ്ത് ഞാൻ ചെയ്യില്ല, വേണ്ട, അറ്റ്ലീസ്റ്റ് പറയുമല്ലോ. ദാറ്റ്സ് ദ പോയിന്റ്. പ്രൊഫഷണലിസം എന്ന സാധനമുണ്ട്. ചിലവന്മാരും ഒരൊറ്റ മുങ്ങും. പിന്നെ കാണില്ല, വിളിക്കില്ല, റെസ്പോൺസിൽ ഒന്നുമില്ല. സോ പ്രൊഫഷണലിസം എന്നുള്ള സംഭവം ഇല്ലാത്തതിന്റെ വലിയൊരു അതുകൊണ്ട് എൻ്റെ പണി നിർത്തി പോയാലോ ഞാൻ പല വർഷം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അഗെയിൻ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആവും. പക്ഷെ ഐ ഡിസൈഡ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, തിങ്കിങ് ഓഫ് ഗോയിങ് ഇൻ എ ഡിജിറ്റൽ വേ. അപ്പം ആ സമയത്ത് ഐ ക്യാൻ എക്സ്പ്ലോർ വിത്ത് ന്യൂ ആക്ടേഴ്സ്, ന്യൂ ടെക്നീഷ്യൻസ്, സർട്ടൺ ബഡ്ജറ്റിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ബിഗ് ഡീൽ. ഐ മൈറ്റ് ഡു ഇറ്റ്. Who's your biggest supporter? Aril. I am my biggest supporter. Yourself, alle? And I have friends. Yeah. There are people from when I extremely hit rock bottom. ഉണ്ട് 2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം ശരിയാവും, പേടിക്കണം. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ യു നീഡ് ടു പുഷ് യുവർ സെൽഫ് ഹിയർ. Definitely. അത്രയേ ഉള്ളൂ. സോ എഗെയിൻ പിന്നെ ഐ ഹാവ് റീച്ച്ഡ് ദാറ്റ് പോയിന്റ് വേർ നത്തിങ് മാറ്റേഴ്സ് ടു ബി. ആ ലൈൻ എത്തി. എന്താ കാര്യം വെച്ചല്ലേ, എത്തിച്ചതാണോ തന്നെ ആരും എത്തിക്കേണ്ട കാര്യം തന്നെ. ഐ റീച്ച് ദാറ്റ് പോയിന്റ്. കാരണം വെച്ചാൽ എന്താ കേസിൽ assume that അപ്പം നല്ല ലെറ്റ്സ് സീ ഐ സീ ഇൻക്രെഡിബിൾ സക്സസ് പോയിന്റ്. അപ്പം ഞാനിത് അടുത്ത ചിലപ്പോൾ ബിഗസ്റ്റ് ഫെയിലിയർ ആയിരിക്കും. സോ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മൂഡില്ല, സെൻ മൂഡിലേക്ക് ഞാൻ ഇപ്പോൾ നത്തിങ് ഗോണ എഫക്ട് മീ. ആ ഒരു ചിന്തയായിരിക്കും ഇപ്പോൾ. നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് എപ്പോഴെങ്കിലും വീക്ക് പോയിന്റ് ഒക്കെ വരും. As a human, breakdowns of so what makes you weak? Rubeshne as a person, what makes you weak? See, what makes me weak is like എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഞാൻ വീക്കാവും.
അല്ലെങ്കിൽ അത് ഞാൻ ആയിട്ട് പോട്ടെ. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നമ്മൾ ഈ മറ്റേ എക്സ്ട്രീംസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഐ ആം 40 years old, 40+. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ 40+ yearsൽ ഞാൻ എക്സ്ട്രീംസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സക്സസും കണ്ടു, എക്സ്ട്രീം എന്താ പറയുക ലോവും കണ്ടു, എല്ലാം കണ്ടു. വൺസ് യു സീൻ എവറിത്തിങ്, നാളെ ഇത് ഇനി ഒരു സൈക്കിൾ വരെ പിന്നെയും സക്സസ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എഫക്ട് മീ ബിക്കോസ് ഐ സീൻ വേഴ്സ്റ്റ്. If I keep seeing worst, what worst can happen എന്ന് ആലോചിക്കും. നീ എന്ത് ദുരന്തം നമുക്ക് കഴിഞ്ഞെന്ന് ചോദിക്കാനാ. അപ്പൊ ഞാൻ എനിക്കിപ്പോ കാണുന്ന ചില മറ്റേ ചെറിയ യങ്സ്റ്റേഴ്സ് ഇൻക്രെഡിബിൾ സക്സസ് കാണുമ്പോൾ ഞാൻ എനിക്ക് ഇഫ് ഐ ഹാവ് എൻ ഓപ്ഷൻ, ഇതിലൂടെ അവർ കേൾക്കുകയാണെങ്കിൽ കേട്ടെ ഒന്നും പറഞ്ഞതല്ല. You see incredible success right now, it is not permanent. You see incredible failure now, it's not permanent. ഒന്നും പറഞ്ഞില്ല. But what you can do is you can have a goal and work towards the goal. I have a goal. 20 years down the line, this is my goal എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എയിം പിടിച്ചിട്ട് ഞാൻ പോകാൻ ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സക്സസ് ഉണ്ടോ ഫെയിലിയർ ഉണ്ടോ, സക്സസ് ഉണ്ടോ ഫെയിലിയർ ഉണ്ടോ, ഇങ്ങനെ റോളർ കോസ്റ്റർ പോലെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ യു നീഡ് ടു അച്ചീവ് ദാറ്റ് ഗോൾ, റൈറ്റ്? ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നും ഇല്ല. എനിക്ക് കഥകൾ പറയാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ ചെയ്യും. സോ ഐ ഹാവ് സെറ്റ് എ ന്യൂ ഗോൾ വിത്ത് മീ. അപ്പൊ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ പോക്കില്ല എന്റെ യാത്ര. സോ ഐ ആം സാധാരണ പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഇപ്പൊ സക്സസ് ഫെയിലും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ. അത് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ. ഒന്നും പോയിക്കൊണ്ടിരിക്കും.